ഹലോ നമസ്കാരം. ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മലയാള സിനിമാ രംഗം പൊതുവെ ശോകം തന്നെയാണ്. ഈ ആഴ്ച പ്രത്യേകിച്ച്, അതായത് നാളെ വെള്ളിയാഴ്ച വിവിധ ഭാഷകളിലായി ഒരു സിനിമയും തിയേറ്ററിലെത്തുന്നില്ല എന്ന പ്രത്യേകത കൂടിയുണ്ട്. സാധാരണഗതിയിൽ എല്ലാ ആഴ്ചയും ഒരു മലയാള സിനിമ അല്ലെങ്കിൽ മറ്റൊരു തമിഴ് സിനിമ എന്നിങ്ങനെ ഏതെങ്കിലും ഭാഷയിൽ നിന്ന് സിനിമകൾ കേരളത്തിൽ റിലീസ് ചെയ്യപ്പെടുമായിരുന്നു. ഈ ആഴ്ച എന്തായാലും ഒരു സിനിമയുടെ റിപ്പോർട്ട് ഇതുവരെ നിലവിൽ പുറത്തു വന്നിട്ടില്ല. അതേസമയം ഉള്ള സിനിമകൾ, ഈ നിലവിൽ തിയേറ്ററിൽ ഓടിക്കൊണ്ടിരിക്കുന്ന സിനിമകൾക്കൊന്നും തന്നെ അത്യാവശ്യം കളക്ഷനും കിട്ടുന്നില്ല. ഇനി ഈദ് റിലീസായി തിയേറ്ററിൽ സിനിമകളിലാണ് പ്രധാനമായും പ്രതീക്ഷയുള്ളത്. ആട് 3, അതുപോലെ തന്നെ ദുരന്തർ 2 മാർച്ച് 19 റിലീസ് ചെയ്യുമെന്ന് നേരത്തെ തീരുമാനിച്ചിരുന്ന ടോക്സിക്, അതുപോലെ തന്നെ നിവിൻ പോളിയുടെ പ്രതിച്ഛായ എന്നീ സിനിമകളിലൊക്കെ മാറ്റം വന്നിട്ടുണ്ട്. അപ്പം പ്രധാനമായും മാർച്ച് 19 തിയേറ്ററിലെത്തുന്ന ദുരന്തർ 2 അഡ്വാൻസ് ബുക്കിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിൽ തന്നെ ഇന്ന് ഉച്ചവരെ വന്ന അഡ്വാൻസ് ബുക്കിംഗ് കണക്ക് പ്രകാരം പ്രീസെയിലായി 64 ലക്ഷം രൂപ ഈ സിനിമയ്ക്ക് ലഭിച്ചിട്ടുണ്ട്. നിലവിൽ ഇന്ത്യൻ പ്രീസെയിലായി ഈ സിനിമ 24,80,00,000 രൂപയാണ് നേടിയെടുത്തിട്ടുള്ളത്. അതേസമയം വിദേശത്ത് നിന്ന് ഏകദേശം $2.11 മില്യൺ, അതായത് 18,40,00,000 രൂപയും സ്വന്തമാക്കിയിട്ടുണ്ട്. അങ്ങനെ 44,20,00,000 രൂപയാണ് ഇന്ന് ഉച്ചവരെയുള്ള കണക്ക് പ്രകാരം ഈ സിനിമ പ്രീസെയിലായി നേടിയെടുത്തിട്ടുള്ളത്. ഇനി കേരളത്തിൽ ഓടിക്കൊണ്ടിരിക്കുന്ന വിവിധ സിനിമകളുടെ കളക്ഷനുമായി ബന്ധപ്പെട്ട വിവരങ്ങളിലേക്ക് വന്നാൽ, അത്യാവശ്യം ഹോളുകളിലെത്തി മുന്നോട്ട് പോകുന്നത് മാർച്ച് 6 തിയേറ്ററിലെത്തിയ സംഭവം അധ്യായം 1 എന്ന സിനിമയാണ്. നവാഗതനായ ജിത്തു സതീശൻ മംഗലത്ത് തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത ഈ സിനിമയിൽ സിദ്ധാർത്ഥ് ഭരതൻ, വിനീത് കുമാർ, അസ്കർ അലി, സെന്തിൽ കൃഷ്ണ എന്നിങ്ങനെയായിരുന്നു പ്രധാന താരങ്ങൾ. ഈ സിനിമ ഇന്നലെ ബുധനാഴ്ച കേരളത്തിൽ കളക്ട് ചെയ്തത് 31 ലക്ഷം രൂപയായിരുന്നു. അങ്ങനെ 6 ദിവസം കൊണ്ട് ഈ സിനിമ കേരളത്തിൽ നേടിയെടുത്തിരിക്കുന്നത് 2,40,00,000 റേഞ്ചിലാണ്. 7-ാം ദിവസമായ വ്യാഴാഴ്ച ഈ സിനിമയുടെ കേരള കളക്ഷൻ 25 ലക്ഷം റേഞ്ചിലാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ 2,65,00,000 റേഞ്ചിലാണ് ഈ സിനിമയുടെ 7 ദിവസത്തെ കളക്ഷൻ എത്തിച്ചേർന്നിട്ടുള്ളത്. സിനിമയുടെ ഒരാഴ്ചയിലെ വേൾഡ് വൈഡ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 3,50,00,000 റേഞ്ചിലുമാണ്. കേരളത്തിൽ ഓടിക്കൊണ്ടിരിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട മലയാള സിനിമ കൃശാന്ത് തിരക്കഥ സംവിധാനം ചെയ്ത് ഫെബ്രുവരി 27 തിയേറ്ററിലെത്തിയ മസ്തിഷ്ക മരണം എന്ന സിനിമയാണ്. നിരഞ്ജൻ, മണിയമ്പിള്ള രാജു, രജീഷ വിജയൻ, ദിവ്യപ്രഭ എന്നിങ്ങനെ താരനിരയുള്ള ഈ സിനിമ 13-ാം ദിവസം ഇന്നലെ ബുധനാഴ്ച കേരളത്തിൽ കളക്ട് ചെയ്തത് 4 ലക്ഷം രൂപ മാത്രമാണ്. അങ്ങനെ 2,57,00,000 രൂപയാണ് ഇന്നലെ വരെ ഈ സിനിമ കേരളത്തിൽ നേടിയെടുത്തിട്ടുള്ളത്. 14-ാം ദിവസം ഇന്ന് വ്യാഴാഴ്ചയോടെ ഈ സിനിമയുടെ കേരള കളക്ഷൻ 2,60,00,000 റേഞ്ചിൽ എത്തിച്ചേരുന്നതുമാണ്. സിനിമയുടെ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 3,40,00,000 റേഞ്ചിലുമാണ്. വിജേഷ് പാണത്തൂർ സംവിധാനം ചെയ്ത് ജനുവരി 30 തിയേറ്ററിൽ നിലവിൽ ക്ലീൻ ഹിറ്റ് വിജയം സ്വന്തമാക്കി കഴിഞ്ഞ മലയാള സിനിമയാണ് പ്രകമ്പനം. ഈ സിനിമയാണ് ഒരു പരിധിവരെ ഇപ്പോഴും ചെറിയ കളക്ഷനുമായി മുന്നോട്ട് പോകുന്ന മറ്റൊരു സിനിമ. ഈ സിനിമ 41-ാം ദിവസം കൂടിയ ഇന്നലെ ബുധനാഴ്ച കേരളത്തിൽ 1,65,000 രൂപയാണ് കളക്ട് ചെയ്തത്. അങ്ങനെ 15,20,00,000 രൂപയാണ് ഈ സിനിമ കേരളത്തിൽ സ്വന്തമാക്കിയിട്ടുള്ളത്. ഈ സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 23,50,00,000 റേഞ്ചിലുമാണ്. ഗോകുലം മൂവീസിന്റെ പാനൽ ഗോകുലം ഗോപാലൻ നിർമ്മിച്ച് ജി പ്രജിത്ത് സംവിധാനം ചെയ്ത് ഫെബ്രുവരി 6 തിയേറ്ററിലെത്തിയ മലയാള സിനിമയാണ് ആശകൾ 1000. ജയറാം, കാളിദാസ് ജയറാം, ആശ ശരത്, ഷറഫുദ്ദീൻ, ഇഷാനി കൃഷ്ണ എന്നിങ്ങനെ താരനിരയുള്ള ഈ സിനിമയുടെ കളക്ഷനുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പുറത്തു വരുമ്പോൾ 34-ാം ദിവസം ഇന്നലെ ബുധനാഴ്ച ഈ സിനിമ കേരളത്തിൽ 1,28,000 രൂപയാണ് കളക്ട് ചെയ്തത്. അങ്ങനെ ഇന്നലെ വരെ ഈ സിനിമ 7,68,00,000 രൂപയാണ് കേരളത്തിൽ കളക്ട് ചെയ്തിട്ടുള്ളത്. സിനിമയുടെ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 11,50,00,000 റേഞ്ചിലുമാണ്. ഈ സിനിമകളെക്കുറിച്ചും വീഡിയോ സംബന്ധമായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി പറയുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. പുതിയ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.